രൂക്ഷമായ തൊഴിലില്ലായ്മ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പോലും ബാധിച്ച സാഹചര്യത്തിലാണ് മൂന്നാം മോദി സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുന്നത്. രാജ്യത്തെ തൊഴിലില്ലാത്തവരിൽ 83% യുവാക്കളാണെന്നാണ് കണക്കുകൾ. ഈ സാഹചര്യത്തിൽ നൈപുണ്യ വികസനത്തിനും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിക്കും ഊന്നൽ നൽകുന്ന ഒരു ബജറ്റാണ് യുവാക്കൾ പ്രതീക്ഷിക്കുന്നത്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലാത്ത ഇന്ത്യക്കാരിൽ 83% യുവാക്കളാണ്. രാജ്യത്തെ 76% സ്ഥാപനങ്ങളും വിദഗ്ധരായ തൊഴിലാളികളുടെ ക്ഷാമം നേരിടുന്നതായാണ് കണക്കുകൾ. എഞ്ചിനീയറിംഗ്, ഓട്ടോമോട്ടീവ്, ഇലക്ട്രോണിക്സ്, ഇൻഫ്രാസ്ട്രക്ചർ, കെമിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ, ഭക്ഷ്യസംസ്കരണം തുടങ്ങിയ മേഖലകളിലും വിദഗ്ധ തൊഴിലാളികളുടെ ക്ഷാമം രൂക്ഷമാണ്. 2020 പുതിയ വിദ്യാഭ്യാസ നയം എല്ലാ ബിരുദ പ്രോഗ്രാമുകളിലും തൊഴിലധിഷ്ഠിത കോഴ്സുകൾ വിഭാവനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലധിഷ്ഠിത പരിശീലനത്തിനും അപ്രന്റീസ്ഷിപ്പിനും ബജറ്റിൽ ഊന്നൽ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദ്യാഭ്യാസത്തിനും നൈപുണ്യ വികസനത്തിനുമുള്ള ബജറ്റ് വിഹിതത്തിൽ GDPയുടെ 6% വരെ വർധന പ്രതീക്ഷിക്കുന്നു. സ്കിൽ ഇന്ത്യ മിഷന്റെ കീഴിൽ കൂടുതൽ ITIകൾ സ്ഥാപിക്കണം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തെ പിന്തുണയ്ക്കുന്ന നയങ്ങളും ബജറ്റിൽ ഉണ്ടാകണം. ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യത്തിൽ രാജ്യം കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഈ മേഖലകളിൽ സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ ബജറ്റിൽ മുൻഗണന നൽകേണ്ടതുണ്ട്. പ്രാരംഭഘട്ട സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുന്നതിനുള്ള സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീമിൽ ബജറ്റിൽ കൂടുതൽ തുക അനുവദിക്കുമെന്നാണ് കരുതുന്നത്. സ്റ്റാർട്ടപ്പുകളുടെ മേൽ ചുമത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളിലും നികുതികളിലും ആവശ്യമായ ഇളവുകളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു. സ്ത്രീ സംരംഭകർക്ക് ധനസഹായവും മാർഗനിർദ്ദേശവും പരിശീലനവും നൽകുന്ന പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തണം. ഉന്നത വിദ്യാഭ്യാസത്തിലും പ്രൊഫഷണൽ കോഴ്സുകളിലും സ്ത്രീകൾക്ക് കൂടുതൽ സ്കോളർഷിപ്പുകളും പ്രോത്സാഹനങ്ങളും നൽകാനും സർക്കാർ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ വളർച്ച കണക്കിലെടുത്ത് AI, IoT, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളുടെ വികസനത്തിനായുള്ള വിഹിതം ബജറ്റിൽ വർദ്ധിപ്പിക്കുമെന്നാണ് കരുതുന്നത്. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിനും കൂടുതൽ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ ആരംഭിക്കുന്നതിനും സർക്കാർ നിക്ഷേപം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തെ ശക്തിപ്പെടുത്തുന്നതിലും ബജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ള ട്യൂഷൻ ഫീയും ജീവിത ചെലവും വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. അന്താരാഷ്ട്ര വിദ്യാഭ്യാസം സുഗമമാക്കുന്ന നടപടികൾ ബജറ്റിൽ സ്വീകരിക്കണമെന്നും ആവശ്യമുണ്ട്. ചെറിയ നഗരങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള സ്കോളർഷിപ്പ് പദ്ധതികൾ, വിദേശ വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുന്ന കുടുംബങ്ങൾക്ക് നികുതി ആനുകൂല്യങ്ങൾ, വിദ്യാഭ്യാസ വായ്പകൾക്ക് കുറഞ്ഞ പലിശ നിരക്ക് എന്നിവയും ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ആഗോള വിദ്യാഭ്യാസം സാമ്പത്തികമായി ലാഭകരമാക്കുന്നതിന് വിമാനയാത്രാ നിരക്കുകൾ കുറയ്ക്കണമെന്നും ആവശ്യമുണ്ട്. ബജറ്റ് ഡെസ്ക്, ന്യൂസ് മലയാളം.